അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമായ മുഹറം 10 ചില പ്രത്യേകതകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിവസമാണ് മുഹറം 10. എന്നാൽ ആ പരിശുദ്ധമായ പവിത്രതകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് തൗബ സ്വീകരിക്കപ്പെട്ട ദിവസം, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് ഉന്നത സ്ഥാനം നൽകിയ ദിവസം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ച ദിവസം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം, മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കപ്പെട്ട ദിവസം, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ നിന്നും ഇറക്കിയ ദിവസം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കൊടുത്ത ദിവസം, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അവിടുത്തെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത ദിവസം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസം. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ മുഹറം 10-നുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പുറത്തു കൊടുത്ത ദിവസം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് രാജാധികാരം നൽകിയ ദിവസം, മഹാനായ മുഹമ്മദ് നബി അലൈഹിസ്സലാം തങ്ങൾ ജീവിതത്തിൽ ഒരു ദോഷവും ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവിടുത്തെ ന്യൂനതകളെ കഴുകിക്കൊടുത്ത ദിവസം, അതും പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 10-ലായിരുന്നു. ദുനിയാവിനെ സൃഷ്ടിച്ച ദിവസം, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായി മഴ വർഷിച്ച ദിവസം, ആദ്യമായി ഭൂമിയിലേക്ക് റഹ്മത്തിറക്കിയ ദിവസം. അങ്ങനെ നീളുന്നു മുഹറം 10-ലെ പ്രത്യേകതകൾ. തീർച്ചയായും മുഹറം 10-ലെ നോമ്പ് അനുഷ്ഠിക്കാനും മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്യാനും ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളിൽ ഒരു ദിവസമാണ് വിശുദ്ധമാക്കപ്പെട്ട മുഹറം 10 എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും ആ മുഹറം 10-ൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് മുന്നേറുവാൻ നാഥൻ നമുക്ക് തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.